നമസ്കാരം. കേരളം ഉറ്റുനോക്കിയിരുന്ന പാലക്കാട് മണ്ഡലത്തിലെ ജനവിധി കുറിക്കപ്പെട്ട് കഴിഞ്ഞു. 3 സ്ഥാനാർത്ഥികളുടെയും ഭാവി തീരുമാനമായിരിക്കുന്നു. ആ തീരുമാനം പരസ്യമായി ഒഫീഷ്യലായി പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ 23-ാം തീയതി വരെ കാത്തിരിക്കണം. ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ സംഭവിച്ച വോട്ടെടുപ്പിൻ്റെ കണക്കനുസരിച്ച്, വോട്ട് ശതമാനത്തിൻ്റെ കണക്കനുസരിച്ച്, അല്ലെങ്കിൽ പോളിംഗിൻ്റെ കണക്കനുസരിച്ച് 3 മുന്നണികളുടെയും പ്രതീക്ഷകളും എന്നാൽ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഈ വീഡിയോ. ഇതൊരു 3 വീഡിയോകൾ അടങ്ങുന്ന ഒരു സമാഹാരത്തിന് രണ്ടാമത്തെ വീഡിയോ ആണ്. അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീ പി സരിൻ്റെ സാധ്യതകൾ, വെല്ലുവിളികൾ, യാഥാർത്ഥ്യം. ഇത് ശാസ്ത്രീയമായി അല്ലെങ്കിൽ പരമാവധി നിഷ്പക്ഷമായി വിലയിരുത്താനുള്ള ഒരു ശ്രമമാണ്. ശ്രീ പി സരിൻ കോൺഗ്രസ്സുകാരനായിരുന്നു, നമുക്കറിയാം. പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വ മോഹവുമായി കോൺഗ്രസിനെ സമീപിച്ച് അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാതെ വന്നപ്പോൾ പെട്ടെന്ന് ഇടതുപക്ഷ കുപ്പായം അണിഞ്ഞ് എത്തിയ ഒരാളാണ്. പക്ഷേ ആൾ മിടുമിടുക്കനാണ്. പെട്ടെന്ന് തന്നെ ഇടതുപക്ഷത്ത് വളരെ വലിയ സ്വീകാര്യത ലഭിച്ചു. ഇടതുപക്ഷത്തിൽ ദീർഘകാലമായി SFIയിലൂടെയും DYFIയിലൂടെയും CPMലൂടെയും ഒക്കെ കടന്നു വന്ന് സ്ഥാനാർത്ഥിയാകുന്ന ഏതൊരാളിനും ലഭിക്കുന്ന സ്വീകാര്യത അദ്ദേഹത്തിന് ഇടതുമുന്നണിയിൽ ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കാര്യമായ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ പഴയൊരു ഹാങ് ഓവറാണെന്ന് വേണമെങ്കിൽ പറയാം. ചില പ്രസ്താവനകൾ സ്വല്പം അലോസരമുണ്ടാക്കി എന്നത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകൾ കാര്യമായി സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസിന് വേണ്ടി CPMനെതിരെയൊക്കെ നടത്തിയ പ്രസ്താവനകൾ വളരെ വലിയ തോതിൽ ചർച്ചയാക്കുന്നതിൽ BJPയും കോൺഗ്രസുമൊക്കെ വിജയിച്ച ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി പി സരിൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സാധ്യതകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇടതുപക്ഷത്തിന് വിജയിച്ചു വരാവുന്ന ഒരു ഫ്രീ മണ്ഡലമല്ല പാലക്കാട്. പക്ഷെ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട് എന്നത് സമ്മതിക്കാതിരിക്കാനും ആവില്ല. കാരണം ചരിത്രപരമായി പാലക്കാട് പലപ്പോഴും ഇടതുപക്ഷത്തേക്കും കോൺഗ്രസിൻ്റെ പക്ഷത്തേക്കും നിഷ്പക്ഷനായ ഒരാളിൻ്റെ പക്ഷത്തേക്കും, അതായത് CM സുന്ദരം എന്ന സ്ഥാനാർത്ഥി 4 പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും 1 പ്രാവശ്യം കോൺഗ്രസ് ടിക്കറ്റിലും ജയിച്ചു വന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഏറെ അഗ്രഹാരങ്ങളൊക്കെയുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ പാലക്കാട്. അങ്ങനെ ഇന്ന പാർട്ടി, ഒരു പ്രത്യേക പാർട്ടിയുടെ, ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയെന്നോ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയെന്നോ BJPയുടെ മാത്രം കോട്ടയെന്നോ പറയാനാവാത്ത ഒരു മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് പി സരിൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. എത്രത്തോളം ഇടതുപക്ഷ ഇതര വോട്ടുകൾ സമാഹരിക്കാൻ സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഡോക്ടർ കൂടിയായ സരിൻ, മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന പി സരിൻ, മിടുക്കനായ സ്ഥാനാർത്ഥിയായ പി സരിൻ സാധിക്കും. അദ്ദേഹത്തിന് വാഗ്വിലാസമുണ്ട്, അല്പം കൂടുതലാണത്. അദ്ദേഹം നല്ല രീതിയിൽ ഊട്ടി നിൽക്കുന്നുണ്ട്. വളരെ ഡൈനമിക്കായ പ്രസൻസാണ്, ചടുലമായ നീക്കങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. എല്ലാം തന്നെ ക്യാമറ കണ്ണുകളിലൂടെ ജനം കണ്ടതാണ്. പക്ഷേ അത് മതിയാകുമോ? കണക്കുകൾ കാട്ടുന്നത് സ്വല്പം ആശങ്കാജനകമായ കാര്യമാണ്. കൺസിസ്റ്റൻ്റായി ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് 2011 മുതൽ കാണുന്നത്. 2011 ശ്രീ ഷാഫി പറമ്പിൽ വിജയിച്ചത് മുതൽ ഷാഫി പറമ്പിൽ 16-ൽ തൻ്റെ ഭൂരിപക്ഷം കൂട്ടി CPMനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ 2-ാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥിയായി വരുന്നൊരു കാഴ്ച 2016-ൽ കണ്ടു. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയറിൽ കുറവ് വന്നു. മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു. പിന്നീട് 2021 ആയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ വളരെ വലിയ ശോഷണം നേരിട്ടു. കേവലം 25% വോട്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പിലും 2000-ഓളം വോട്ടുകൾ കുറയുന്ന ഒരു കാഴ്ചയാണ്. തോറ്റുവെങ്കിൽ പോലും ആകെ ലഭിച്ച വോട്ടിൽ 2000-ഓളം വോട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും 11-ൽ ലഭിച്ചതിനേക്കാൾ 2000 കുറവാണ് 16-ൽ ലഭിച്ചത്. അതിനേക്കാൾ 2000 കുറവാണ് 21-ൽ ലഭിച്ചത്. അങ്ങനെയാകുമ്പോൾ താഴേക്കാണ് ഇടതുപക്ഷത്തിൻ്റെ വളർച്ച. അതുമാത്രമല്ല, പാലക്കാട് നഗരസഭയിൽ CPMൻ്റെ പ്രാതിനിധ്യം കേവലം 7 സീറ്റിൽ ഒതുങ്ങുന്നു. 52 അംഗ നഗരസഭയിൽ, പാലക്കാട് നഗരസഭയിൽ CPMന് കേവലം 7 സീറ്റുകൾ മാത്രമാണുള്ളത്. BJPക്ക് 28 സീറ്റുകളുണ്ടെന്ന് ഓർക്കണം. 16 സീറ്റുകൾ കോൺഗ്രസിനും 7 സീറ്റുകൾ CPMനും എന്ന് പറയുമ്പോൾ പാലക്കാട് നഗരസഭയിലെ CPMൻ്റെ ഒരു സാന്നിധ്യം വളരെ കുറവാണ്. അതാണ് അക്കിലസ് ഹീൽ. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. അവിടെ നിന്നാണ് 60-70% സംവിധായകരും കടന്നു വരേണ്ടത്. അവിടെയുള്ള ദൗർബല്യം CPMന് സ്വതസിദ്ധമായ രീതിയിൽ പണ്ട് മുന്നേറ്റമുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ, അത് കണ്ണാടി പഞ്ചായത്തും
മാത്തൂർ പഞ്ചായത്തുമാണ്. ഈ പഞ്ചായത്തിൽ ലഭിക്കുന്ന മേൽക്കൈ അത് കേവലം ചെറിയ മേൽക്കൈ മാത്രമാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് CPM തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചു. പക്ഷേ അത് നേർത്ത ഒരിടത്ത് 210 വോട്ടും ഒരിടത്ത് 64 വോട്ടുമാണ് കൂടുതലായി ലഭിച്ച കോൺഗ്രസിനേക്കാൾ. അത് വെയ്ഫർ തിൻ മാർജിനാണ്. അതൊന്നും വലിയ മാർജിനാണെന്ന് പറയാനാവില്ല. കോൺഗ്രസും CPM തമ്മിൽ കട്ടക്ക് നിൽക്കുകയാണ് ഈ രണ്ട് പഞ്ചായത്തുകളിൽ. അതേസമയം പിരായിരി പഞ്ചായത്ത്, അവിടെ മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള പഞ്ചായത്താണ്. കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിനുമൊക്കെ സ്വാധീനമുള്ള ഇടമാണ്. അവിടെ കോൺഗ്രസ്സിന് 7000-ലധികം വോട്ടുകൾ കൂടുതൽ ലഭിച്ചു മറ്റ് പാർട്ടികളെക്കാൾ. മാത്രമല്ല CPM-ൻ്റെയും BJP-യുടെയും വോട്ടുകൾ ഒരുമിച്ച് ചേർത്താൽ ലഭിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ പിരായിരി പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് അനുകൂലമായി ലഭിച്ചു എന്ന് പറയുമ്പോൾ CPM-ന് അവിടെ ദയനീയമായ ഒരു ഗതിയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ വിജയിച്ചു വരണമെങ്കിൽ ട്രഡീഷണൽ ഒരു വോട്ടിംഗ് പാറ്റേണിൽ ഇപ്പോൾ കാണുന്ന മുൻകാല പാറ്റേൺ വെച്ച് കണ്ണുമടച്ച് വിജയിക്കാവുന്ന ഒരു നിലയിലല്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എങ്ങനെ പെർഫോം ചെയ്യാനാവും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഒരു പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ, അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ അതിനെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമായി എടുക്കാൻ സാധിക്കുമായിരുന്നു. ആ അവസരം CPM കളഞ്ഞു കുളിച്ചു. മുൻകാലങ്ങളിൽ ചുവന്ന മണ്ണാണ് പാലക്കാട് നോർക്കണം, ചുവപ്പ് കോട്ടയായിരുന്നു പാലക്കാട് ജില്ല ആകമാനം. എന്നാൽ പാലക്കാട് നഗരം അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതൊരു നിഷ്പക്ഷ മേഖലയാണ്, ഇങ്ങോട്ടും ചെയ്യാവുന്നൊരു മേഖല തന്നെയാണ്. അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള അന്തരീക്ഷം കളഞ്ഞു കുളിച്ചു. ഒരു ടേൺ കോട്ടിനെ ഇരുട്ട് വിളിക്കുന്നതിന് മുമ്പ് പാർട്ടിയിലെത്തിയ അല്ലെങ്കിൽ മുന്നണിയിലെത്തിയ ഒരാളെ സ്വതന്ത്ര വേഷത്തിൽ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പാർട്ടി അംഗങ്ങൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മടുപ്പ്, ആ മടുപ്പിനെ മറികടക്കാൻ തക്ക രീതിയിൽ P. സരിൻ ഇടതുപക്ഷ ഹൃദയങ്ങളെ കീഴടക്കിയോ, നിഷ്പക്ഷ ഹൃദയങ്ങളിലേക്ക് പാലം പണിയാൻ ഈ 30-36 ദിവസം നീണ്ട പ്രചരണത്തിലൂടെ സരിൻ എന്ന മിടുക്കനായ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞോ എന്നതാണ് ചോദ്യം. എനിക്ക് ചിന്തിക്കാനുള്ളത്, ഒരു പക്ഷേ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ സരിന് കഴിഞ്ഞു. പക്ഷേ CPM എടുത്ത ചില തന്ത്രപരമായ നീക്കങ്ങൾ, അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പെട്ടി വിവാദമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പെട്ടിയിൽ ട്രോളിയിൽ പണം കൊണ്ടുവന്ന് വിതരണം ചെയ്യാനായി കൊണ്ടുവന്നു, ഒരു ഹോട്ടലിലൂടെ കൊണ്ടുവന്നു, പിൻവാതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി ഓടി എന്നൊക്കെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ അവസാനം പൂർണ്ണതയിൽ എത്തിക്കാനായില്ല. ജനമനസ്സുകളിൽ ചെറിയ സംശയമുണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്യാനോ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിക്കൂട്ടിൽ നിർത്താനോ CPM-ന് കഴിഞ്ഞില്ല. അത് ഒരു ബൂമറാങ്ങാണ്. ഈ ബൂമറാങ് എന്ന വാക്ക് തന്നെയാണ് കഴിഞ്ഞ അവസാന നിമിഷങ്ങളിൽ ശ്രീ ഷാഫി പറമ്പിൽ ഉപയോഗിച്ചത്. CPM എടുത്ത എല്ലാ ചടുല നീക്കങ്ങളും ഒരു ഇന്നൊവേറ്റീവ് നീക്കങ്ങളായി തോന്നിയെങ്കിലും അതെല്ലാം തന്നെ ബൂമറാങ് ആകുകയാണ്. ഒരുപക്ഷേ സരിൻ്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പ് അല്ല, ബൂമറാങ്ങാണ് വേണ്ടിയത് എന്ന് അദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞതും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഏറ്റവും അവസാനത്തെ ഒരു ബൂമറാങ് എന്ന് പറയുന്നത് ഒരുപക്ഷേ പരസ്യ വിവാദമാണ്. CPM പരസ്യം കൊടുത്തു, സിറാജിലും അതുപോലെ മറ്റൊരു മുസ്ലിം ദിനപത്രത്തിലും. അതുകൊണ്ട് ഈ ദിനപത്രങ്ങളിൽ കൊടുത്ത പരസ്യം, പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ മനസ്സ് സന്ദീപ് വാര്യരുടെ പ്രസ്താവനകൾക്കെതിരെ ഇളക്കി അതിൻ്റെ നേട്ടം സരിന് കൊയ്യാമെന്ന രീതിയിൽ കൊടുത്ത പരസ്യം അനുമതിയില്ലാതെ കൊടുത്ത പരസ്യങ്ങളാണ് എന്ന വെളിപ്പെടുത്തൽ വന്നപ്പോൾ അവസാന നിമിഷം വീണ്ടും CPM പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ പ്രതിരോധങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച കണക്കുകളെ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് P. സരിൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് CPM-ൻ്റെ കോർ വോട്ടിൻ്റെയും സരിൻ പിടിക്കുന്ന വ്യക്തിപരമായ വോട്ടിൻ്റെയും മാത്രം അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയും എന്ന് കരുതാനാവില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിലെ അസംതൃപ്തി പുറത്താക്കുന്നതിൽ P. സരിൻ വിജയിച്ചു. കോൺഗ്രസ് പാർട്ടി ഏതാനും പേരുടെ ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നറേറ്റീവ് അങ്ങനെയായിരുന്നു. കോൺഗ്രസ് പാർട്ടി ഏതാനും ആളുകളുടെ VD സതീശൻ്റെയും അതുപോലെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കൈകളിലേക്കൊക്കെ മാറുന്നു. K. സുധാകരൻ ഒരു നോക്കുകുത്തിയായി മാറുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ മറ്റ് സമുന്നതരായ നേതാക്കൾ, K. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അതൃപ്തി പരസ്യമായി. അതുമാത്രമല്ല, K. മുരളീധരനെ പരിഗണിച്ചതാണ് ജില്ലാ കമ്മിറ്റി. അവസാനം അദ്ദേഹത്തെ തഴയുന്ന ഒരു ഘട്ടം വന്നു. അതിന് പിന്നിൽ നടത്തിയ ചരടുവലികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM തന്നെയാണ് അതിൻ്റെ വലിയ പ്രചരണം കൊടുത്തത്. ഇതെല്ലാം കോൺഗ്രസ് വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് സരിന് ചെറിയ തോതിൽ പ്രയോജനമുണ്ടാകും. കോൺഗ്രസിൽ വലിയ വിള്ളലാണ് ഉണ്ടാകുന്നതെങ്കിൽ
പടലപിണക്കങ്ങളിൽ വലിയ വിള്ളലാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ആ വോട്ടുകൾ BJP-യിലേക്കല്ല മറിച്ച് സരിനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് സരിൻ വിജയിക്കുക എന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നോട്ട് പോകും. അങ്ങനെ പിന്നോട്ട് പോയാൽ സരിന് വിജയിക്കാനാവില്ലായിരിക്കാം, പക്ഷേ BJP സ്ഥാനാർത്ഥിക്ക് അത് ഗുണകരമാകും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ BJP വിരുദ്ധ നിലപാടുള്ള ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ BJP വിരുദ്ധ സ്പേസ്, ആ സ്പേസിൻ്റെ പ്രധാന ക്ലെയിമൻ്റായി തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നത് ശ്രീ P. സരിനല്ല. P. സരിൻ്റെ ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് ആർക്കും ആക്ഷേപമില്ല. പക്ഷേ BJP പരാജയപ്പെടുത്താൻ ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന ഒരു ചിന്തയിലേക്ക് പ്രധാനമായും അവസാന ഘട്ടത്തിൽ വരുന്നൊരു കാഴ്ച കണ്ടു. അത് സരിന് അത്ര ശുഭസൂചനയല്ല നൽകുന്നത് എന്നതാണ്. നിഷ്പക്ഷമായി നോക്കുമ്പോൾ ഞാൻ CPM വിരുദ്ധനോ കോൺഗ്രസ് അനുകൂലിയോ BJP അനുകൂലിയോ ഒന്നും തന്നെയല്ല. ഇത് നിഷ്പക്ഷമായി അതിൻ്റെ കണക്കുകൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിത്രം. അതുകൊണ്ട് തീർച്ചയായും നല്ല പോരാട്ടം കാഴ്ചവെച്ച് 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള വിധിയാണോ സരിനെ കാത്തിരിക്കുന്നത്, അതോ കറുത്ത കുതിരയായി കുതിച്ചു പാഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ സാധ്യതകളെ അട്ടിമറിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിമറിച്ചുകൊണ്ട് 1-ാം സ്ഥാനത്ത് വിജയപീഠത്തിൽ വെള്ളിക്കപ്പ് ഉയർത്താൻ കഴിയുമോ സരിന്? അതൊരു ചോദ്യമാണ്. എന്തു വന്നാലും എൻ്റെ ഒരു ചിന്ത മധ്യത്തിൽ വരുന്നത് BJP തന്നെ ആയിരിക്കാനാണ് സാധ്യത. 2-ാം സ്ഥാനത്ത് വരുന്നത് വോട്ട് ഷെയറിൻ്റെ കണക്കനുസരിച്ച് ട്രഡീഷണൽ വോട്ട് ഷെയർ ആവർത്തിക്കുകയാണെങ്കിൽ BJP-ക്ക് തന്നെയാണ് 2-ാം സ്ഥാനത്തിൻ്റെ അർഹത. 1-ാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിൽ പരസ്പരം മാറി മറിയുമോ എന്ന രീതിയിലാണ് ചിന്ത. ഇപ്പോഴും ലോജിക്ക് പറയുന്നത് CPM-ൻ്റെ അടിത്തറ ദുർബലമാണ്. ഒരു പരിധിവരെ ഭരണവിരുദ്ധ വികാരം ഏശിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ. കാടിളക്കിയുള്ള പ്രചരണമാണ് എല്ലാ 3 മുന്നണികളും നടത്തിയത്. അവിടെ ഇറ്റ് ഈസ് പോസിബിളി അഡ്വാൻറ്റേജ് UDF.